മഴത്തോരു മുൻപേ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 14. ബബിതയ്ക്ക് അന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞില്ല. നെഞ്ചിലൊരു നെരിപ്പോട്ടിരുന്ന് നീറി കത്തുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് താരയുടെ വീട്ടിലേക്ക് പോകുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. താരാകൃഷ്ണനുണ്ണി ഇടയ്ക്ക് അവളെ ആശ്വസിപ്പിച്ചിരുന്നു. നീ ടെൻഷനാവുകയൊന്നും വേണ്ട, ഞാനുള്ളപ്പോൾ എന്താ പ്രശ്നം? അതാണ് എനിക്കൊരേ ഒരു സമാധാനം. എടി, അവർ സഹോദരി സഹോദരന്മാരാണ്. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉച്ചയ്ക്ക് താര അവളെ വീണ്ടും അത് ഓർപ്പിച്ചു. ഇന്ന് വീട്ടിൽ ചെല്ലത്തില്ലെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കണം. അവരിങ്ങോട്ട് വിളിക്കാനിട വരുത്തരുത്. 3 മണിക്ക് ബബിത വൈജയന്തിയുടെ മൊബൈലിലേക്ക് വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, അമ്മേ, ഞാനിന്ന് വരുത്തില്ല കേട്ടോ. അതെന്തു പറ്റി? നാളെ ഹോളിഡേ അല്ലേ? അതെ, ഒരു ദിവസത്തേക്കെല്ലാം കെട്ടിപ്പെറുക്കി അങ്ങോട്ട്, അടുത്ത ദിവസം തിരിച്ചിങ്ങോട്ടും. എന്നെ കൊണ്ട് വയ്യ. പഠിക്കാനാണെങ്കിൽ കുന്നുപോലെ കിടക്കുകയാണ്. അപ്പോൾ നാളെ നീ എന്തു ചെയ്യും? റൂമിലിരുന്ന് പഠിക്കും. കമ്പൈൻ സ്റ്റഡിയാണ്. നിനക്കൊന്ന് വന്നിട്ട് പോകുവാൻ എന്താ ഇത്ര മടി? 4 മണിക്ക് ബസ്സിൽ കയറിയാൽ 7 മണിക്ക് വീട്ടിലെത്താമല്ലോ. നാളെ വീട്ടിലിരുന്ന് പഠിച്ചാൽ എന്താ, നിന്റെ തലയിൽ കയറത്തില്ലേ? മറ്റന്നാൾ രാവിലെ കോളേജിലോട്ട് പോയാൽ പോരെ? വീട്, അതാണോ വീട്? അച്ഛൻ്റെയും അമ്മയുടെ യുദ്ധം തീരട്ടെ ആദ്യം, എന്നിട്ട് മതി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ആരാടി യുദ്ധം ചെയ്യുന്നത്? ഞാനാണോ അതോ നിന്റെ അച്ഛനോ? മരിച്ചെണീറ്റ് വന്നവളാണ് ഞാൻ, നിനക്കറിയുമോ? ഒരു പരിഗണന പോലും അച്ഛനും മക്കളും എന്നോട് കാണിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ജോലിയും ചെയ്ത് ആരോടും ഒരു വഴക്കിനും പോകാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കുക. എന്നിട്ടും അമ്മയ്ക്കാ കുറ്റം. എനിക്ക് കേൾക്കണ്ട. അമ്മയുടെ ഈ പരാതിയും പരിവേദനവും കേട്ടാൽ മതിയല്ലോ മനുഷ്യൻ്റെ മനസ്സമാധാനം പോകാൻ. അച്ഛനും കണക്കാ, അമ്മയും കണക്കാ. നിങ്ങൾ രണ്ടുപേരും പടപൊരുതി അങ്ങ് ജയിക്ക്, ഞങ്ങൾ തോറ്റോളാം. എടി, നീ ഇന്ന് വരുന്നുണ്ടോ ഇല്ലയോ? അത് പറ. ഇല്ല. അങ്ങോട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വരുത്തില്ലായിരുന്നു. വെക്കുക. കോൾ കട്ട് ചെയ്തിട്ട് അവൾ അല്പസമയം കാത്തുനിന്നു, അമ്മ തിരിച്ചു വിളിക്കുന്നുണ്ടോയെന്ന് അറിയുവാൻ. ഇല്ല, വൈജയന്തി തിരിച്ചു വിളിച്ചില്ല. വീണ്ടും അവൾ ചിന്തിക്കുകയാണ്, അച്ഛനോട് പറയണോ? വേണ്ട. ഈ സമയത്ത് ആഷ്മി ബാഗും തൂക്കി റെഡിയായി കഴിഞ്ഞു. അവൾ പറയുകയാണ്, ഞാൻ വീട്ടിൽ പോവാണ് കേട്ടോ. ആ, ഓക്കെ. എന്നെ വിളിച്ചേക്കണം. എല്ലാ വിശേഷവും എന്നോട് പറയണം. കള്ളി, നിനക്കെല്ലാം അറിയണം അല്ലേ? ഒന്നിനും മുന്നിട്ടിറങ്ങാൻ വയ്യാതാനും. എനിക്ക് പേടിയായിട്ടല്ലേടാ. പോട്ടെ. ബബിത ബാഗ് അടയ്ക്കുവാൻ തുടങ്ങി. താരാകൃഷ്ണനുണ്ണി ബാഗ് ചുമലിലേറ്റി മുറിയിലേക്ക് വന്നു. നിങ്ങളിതുവരെ റെഡിയായില്ലേ? ദേ ഇപ്പം കഴിയും, സോണിയ പറയുകയാണ്. അരമണിക്കൂറിനുള്ളിൽ അവർ വാതിലും പൂട്ടി മേട്ടറിനോട് വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിറങ്ങി. റോഡിലിറങ്ങിയ ഉടനെ താര ഒരു ഓട്ടോറിക്ഷ വിളിച്ചു നിർത്തി. അതിൽ കയറി നേരെ വൈറ്റില ജംഗ്ഷനിലേക്ക് പോയി. ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിലൂടെ വടക്കോട്ട് കുറേ ദൂരം ഓടിയതിനു ശേഷം ഓവർബ്രിഡ്ജ് തുടങ്ങുന്നിടത്ത് താര ഓട്ടോ നിർത്തിച്ചു. 3 പേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഓട്ടോറിക്ഷക്കാരൻ പോയി 5 മിനിറ്റിനുള്ളിൽ ഒരു ഇന്നോവ കാർ അവരുടെ സമീപത്ത് വന്നു നിന്നു. താര 3 പേരെയും കൂട്ടി ഡോർ തുറന്ന് പിൻസീറ്റിലേക്ക് കയറി. ഡോർ അടഞ്ഞു. സന്തോഷാണ് കാർ ഓടിക്കുന്നത്. ജീവനും മുൻസീറ്റിൽ ഇരിപ്പുണ്ട്. ഏറ്റവും പിൻപിലത്തെ സീറ്റിൽ സിദ്ധാർത്ഥൻ. കാർ വീണ്ടും ഓടിത്തുടങ്ങി. ആലുവയിലെത്തിയ ശേഷം എല്ലാവരും കൂടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. 6 മണിയോടെ ആലുവയിൽ നിന്നും തിരിച്ചു. പെരുമ്പാവൂരിലാണ് താരയുടെ വീടെന്നാണ് ബബിത കേട്ടിരിക്കുന്നത്. പക്ഷേ ഇത്ര ദൂരമുണ്ടെന്ന് അവൾ കരുതിയിരുന്നില്ല. നന്നെ ഇരുട്ടിയതിനു ശേഷം അവരുടെ കാർ ഒരു 2 നില കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് കാർ പോർച്ചിലെത്തി നിന്നു. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞതോടുകൂടി പരിസരമെമ്പാടും ഇരുട്ടിൽ മുങ്ങി. എല്ലാവരും പുറത്തിറങ്ങി. ജാതിയും കൊക്കോയും ഇടകലർന്നു വളരുന്ന ഒരു പഴയ തെങ്ങിൻ തോപ്പ്. ആകാശം മുട്ട ഉയർന്ന വയസ്സൻ തെങ്ങുകൾ. പരിസരത്തെങ്ങും വീടുകളില്ലെന്ന് കണ്ട് ബബിതയ്ക്ക് നേരിയ ഉൾഭീതി തോന്നി. പെൻ ടോർച്ച് തെളിയിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ ചെന്ന് വീടിന്റെ മുൻവാതിൽ തുറന്നു. താര ബബിതയുടെ കൈക്ക് പിടിച്ച് വീടിനുള്ളിലേക്ക് നടത്തി. സന്തോഷും സോണിയയും മുട്ടി ഉരുമിയാണ് നടന്നത്. വീടിനുള്ളിലെ ലൈറ്റുകൾ സിദ്ധാർത്ഥൻ പ്രകാശിപ്പിച്ചു. കൊള്ളാം, നല്ല വീട്, നല്ല ലിവിംഗ് റൂം. സന്തോഷ് ആരോടൊന്നില്ലാതെ പറയുകയാണ്. അപ്പോൾ ബബിത താരയോട് ചോദിക്കുകയാണ്, ഇത് ആൾതാമസമുള്ള വീട് പോലെ തോന്നുന്നില്ലല്ലോ? ആ, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആൾതാമസമില്ല. അല്ല, എന്നോട് പറഞ്ഞത് താരച്ചേച്ചിയുടെ മമ്മിയും പപ്പയും ഒരു കല്യാണത്തിന് ട്രിവാൻഡ്രത്ത് പോകുന്നല്ലേ? അതും 2 ദിവസത്തേക്ക്. കുട്ടാ, ഇത് ഞങ്ങളുടെ വീടല്ല. അച്ഛനും അമ്മയും അവരുടെ പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തി. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇത് നമ്മൾ പ്ലാൻ ചെയ്തു പോയതല്ലേ. മാറ്റിവെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാവും. ഇത് ഞങ്ങളുടെ വല്യമ്മയുടെ വീടാണ്. അവർ കല്യാണത്തിന് 2 ദിവസം മുൻപേ പോയിട്ടുണ്ട്. എന്നിട്ട് താരച്ചേച്ചി അക്കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. അവളോട് പോലും 3 മണിക്കാണ് പറയാൻ പറ്റിയത്. ഇന്ന് രാവിലെയല്ലേ അച്ഛനും അമ്മയും പോകുന്നില്ലെന്ന് തീർച്ചയാക്കിയത്. ഉടനെ സിദ്ധാർത്ഥൻ ഇടയിൽ കയറി പറയുകയാണ്, എടോ, അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? ഞങ്ങളുടെ സ്വന്തം വീട് പോലെയാണിതും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. എന്നിട്ടും ബബിതയുടെ മിഴികളിൽ പരിഭവം ബാക്കി നിൽക്കുകയാണ്. പിന്നീട് താര വന്ന് കാര്യകാരണ സഹിതം വിവരിച്ചപ്പോൾ മാത്രമാണ് അവളുടെ മുഖമൊന്ന് തെളിഞ്ഞത്. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം പാഴ്സൽ വാങ്ങിക്കൊണ്ടു വന്നിരുന്നതിനാൽ അവർക്കൊന്നും ചെയ്യേണ്ടി വന്നിരുന്നില്ല. സോണിയയും ബബിതയും കിച്ചണിൽ കയറിയിറങ്ങി നടന്നു. രാത്രി 9 മണിയോടെ കുളിച്ച് ഡ്രസ്സു മാറി ഭക്ഷണമേശയിലെത്തി.
സിദ്ധാർത്ഥൻ ഏതോ കൊറിയൻ ആക്ഷൻ മൂവിയുടെ CD കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് CD പ്ലെയറിലിട്ട് പ്ലേ ചെയ്തു. താരയും സോണിയയും കൂടി ഭക്ഷണം വിളമ്പി. താര അവളുടെ മാദകത്വം എടുത്തുകാട്ടുന്ന ലോലവും അരക്കെട്ട് മുതൽ ഞൊറികളുള്ളതുമായ ഒരു നൈറ്റിയാണ് അണിഞ്ഞിരുന്നത്. സോണിയ മിഡിയും ടോപ്പും ധരിച്ചു. ബബിതയ്ക്ക് ചുരിദാർ. ഭക്ഷണത്തിന് മുമ്പ് ജീവനും സന്തോഷും ഓരോ ബിയർ കുപ്പി തുറന്നു. സിദ്ധാർത്ഥൻ ബബിതയുടെ മുഖത്തേക്ക് അർത്ഥഗർഭമായി ഒന്ന് നോക്കി. അത് കണ്ടിട്ട് ബബിത ചോദിക്കുകയാണ്, സിദ്ധേട്ടന് കള്ളു കുടിക്കണോ? മോളെ, ഇത് കള്ളല്ല, മദ്യമെന്ന് ഇതിനെ വിളിക്കുന്നത് തന്നെ പാപമാണ്. ജർമ്മനിയിലൊക്കെ ഇതാണ് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ആൽക്കഹോൾ എന്ന സാധനം ഉപ്പ് ചേർക്കുന്നത് പോലെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കുടിക്കുന്നവർക്ക് വെറും ചവറ് പോലെ തോന്നും. ഈ പറഞ്ഞത് ശരിയാണോ എന്നറിയുവാൻ ബബിത താരയെ നോക്കി. താര ചുമ്മാ കണ്ണടച്ച് കാണിച്ചു. എന്നിട്ട് ജീവന്റെ കയ്യിലൊന്നും ബിയർ കുപ്പി വാങ്ങി 4-5 കവിൾ കുടിച്ചു കാണിച്ചു. ശരി, സിദ്ധേട്ടന് ഇഷ്ടമാണെങ്കിൽ കുടിച്ചു. തുടർന്ന് സിദ്ധാർത്ഥനും ഒരു കുപ്പി പൊട്ടിച്ചു. അരക്കുപ്പിയോളം കുടിച്ചിട്ട് ബബിതയുടെ നേർക്ക് നീട്ടി. ഏയ്, എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല. ഇതിന്റെ രുചി എന്താണെന്നൊന്ന് നോക്ക് നീ. അപ്പോൾ താര നിർദ്ദേശിക്കുകയാണ്, ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്ക് സിദ്ധേട്ട. സിദ്ധാർത്ഥൻ ഒരു ഗ്ലാസിന്റെ 3/4 ഭാഗത്തോളം ബിയർ ഒഴിച്ചു കൊടുത്തു. താരയും കൂടി നിർബന്ധിച്ചപ്പോൾ ബബിത അതെടുത്ത് സിപ്പ് ചെയ്തു. ഒരു ചവർപ്പും പുളിയും രുചിച്ചെങ്കിലും കൂടെയുള്ളവർ കളിയാക്കാതിരിക്കുവാൻ അവൾ മുഖം ചുളിക്കാതെ ഗൗരവത്തിലിരുന്ന് അത് നുണഞ്ഞിറക്കി. സന്തോഷം ജീവനും 2ാമത്തെ കുപ്പി പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. ബിയർ കഴിക്കലും തീറ്റയും സിനിമ കാണലുമൊക്കെയായി 12:30 മണി വരെ അവർ ഊണുമുറിയിൽ ചിലവഴിച്ചു. ഇനി ഉറങ്ങേണ്ട സമയമായി. അപ്പോൾ താര പറയുകയാണ്, ഞാനും സോണിയയും ബബിതയും കൂടി അപ്സ്റ്റെയറിലെ ബെഡ്റൂമിൽ കിടന്നോളാം. സോണിയ സന്തോഷമായി വാചകമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ പറയുകയാണ്, നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നേക്കാം. ബബിതയും താരയും എഴുന്നേറ്റ് മറ്റുള്ളവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോന്നു. റൂമിന്റെ വാതിലടച്ച് ഐപോഡ് ഓൺ ചെയ്തു വെച്ച് പാട്ട് കേട്ട് ഒരേ ബെഡിൽ കിടക്കവേ ഒരു കള്ളച്ചിരിയോടുകൂടി താര പറയുകയാണ്, നിന്നെയും കൊണ്ട് ഞാനിങ്ങി പോന്നത് സിദ്ധേട്ടൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? നിന്റെ കൂടെ കൊച്ചു വർത്തമാനം പറഞ്ഞ് നേരം വെളുക്കോളം ഇരിക്കാനായിരുന്നു കക്ഷിയുടെ താല്പര്യം. അപ്പോൾ ബബിത, എല്ലാവർക്കും അത് തന്നെയല്ലേ ഇഷ്ടം. സ്നേഹിക്കുന്നയാളിൻ്റെ കൂടെ അങ്ങനെ ഈ പറയുന്ന ചേച്ചിക്കും ജീവൻ ചേട്ടൻ്റെ കൂടെ വർത്തമാനവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉറക്കം വരുമോ? ആഹാ, എന്നാ ഒരു കാര്യം ചെയ്, നീ വേണമെങ്കിൽ സിദ്ധേട്ടൻ്റെ അടുത്തോട്ട് പോയിക്കോ. ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും പക്ഷേ അതൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ താര അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ഫോണിൽ ഒരുപാട് നേരം സംസാരിക്കുമോ? ആ, സംസാരിക്കും. എപ്പോഴാ, പകലോ രാത്രിയിലോ? രാത്രിയിൽ. എത്ര മണിക്കൂർ സംസാരിക്കും? ബബിത ഒരു കള്ളച്ചിരിയോടുകൂടി പറയുകയാണ്, ബാറ്ററിയുടെ ചാർജ് തീരുന്ന സമയം വരെയും ഞങ്ങൾ സംസാരിക്കും. എന്തൊക്കെ പറയും നിങ്ങൾ? ഓരോരോ കാര്യങ്ങൾ പറയും. പഴയ കാലം, പഠിച്ച സ്കൂള്, കൂട്ടുകാർ, വീട്ടിലെ കാര്യങ്ങൾ, കല്യാണം, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, അങ്ങനെ നീണ്ടുപോകും ഓരോ കാര്യങ്ങളും. താരയപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, സിദ്ധേട്ടൻ നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സെക്സ് പറയുമോ? ഒരു ചെറിയ പരിങ്ങലോടെ ബബിത പറയുക, ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാലും ഇത്തിരിയൊക്കെ ഉണ്ട് അല്ലേടി കള്ളി. താര ബബിതയുടെ കവിളത്തൊന്ന് തോണ്ടി. കുറച്ചു കഴിഞ്ഞ് താര എഴുന്നേറ്റു. സോണിയയെ കണ്ടില്ലല്ലോ, അവരെന്താ പരിപാടിയെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. താര എഴുന്നേറ്റ് വാതിൽ തുറന്ന് കോണിപ്പടി ഇറങ്ങിപ്പോയി. ബബിത അത്യാകാംക്ഷയോടെ കിടക്കുകയാണ്. അല്പം കഴിഞ്ഞ് താര തിരിച്ചു വന്നു. കള്ളി, ഭയങ്കര കള്ളിയായി സോണിയ. സിദ്ധേട്ടൻ്റെ റൂമിൽ സിദ്ധേട്ടനും ജീവനും മാത്രമേ ഉള്ളൂ. സോണിയും സന്തോഷം കൂടി ഒരു മുറിയിൽ കയറി കഥ കടച്ചു. ബബിതയ്ക്ക് പെട്ടെന്ന് ശ്വാസം വിലങ്ങുന്നത് പോലെയായിപ്പോയി. അവൾ ചോദിക്കുകയാണ്, അയ്യോ, അത് മോശമല്ലേ ചേച്ചി? അങ്ങനൊന്നും ഇവിടെ പാടില്ലെന്ന് പറയേണ്ടതല്ലേ? ഛേ, അവരിങ്ങനെ ചീപ്പായിട്ട് പെരുമാറുമെന്ന് ആരറിഞ്ഞു? അപ്പോൾ വീണ്ടും ബബിത വാതിലിൽ മുട്ടി വിളിച്ചിട്ട്, സോണി ചേച്ചി എങ്ങി വിളിച്ചോണ്ട് വാ ചേച്ചി. ഏയ്, അതൊക്കെ മോശമല്ലേ? ഇത് പറഞ്ഞുകൊണ്ട് താര കിടക്കയിലിരുന്നു. അല്ല, ഒരു കണക്കിന് അവരെയും കുറ്റം പറയാൻ വയ്യ. അവർ തമ്മിൽ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ. ആർക്കു വേണ്ടിയാ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും ലാഭമുണ്ടോ? പരസ്പരം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ട സമയം വെറുതെ പാഴാക്കുകയാണെന്ന് മാത്രം. ബബിത വിസ്മയാധീനയായി താരയെ തന്നെ നോക്കി കിടക്കുകയാണ്. ഞാനേ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം. താര എഴുന്നേറ്റ് വീണ്ടും താഴേക്ക് പോയി. അവൾ തിരിച്ചു വരുന്നത് കാത്തുകിടന്ന ബബിതയുടെ കൺപോളകളിൽ മയക്കം കയറി. അവ താനെ കൂമ്പിപ്പോയി. മുഖത്ത് ചുടുനിശ്വാസം അടിക്കുകയും കണ്ണിൽ ചൂടുള്ളൊരു സ്പർശനമേൽക്കുകയും ചെയ്തിട്ട് അവൾ പെട്ടെന്ന് നടുങ്ങി ഉണർന്നു. മുഖത്തിനു മീതെ മറ്റൊരു മുഖം. താരയല്ലത്, സിദ്ധാർത്ഥൻ. ബബിത ഉൾക്കിടലത്തോടെ അത് തിരിച്ചറിഞ്ഞു. തുടർന്ന് കാണുന്നത് കുളത്തുപുഴയിലെ ദൃശ്യങ്ങളാണ്. ഔതക്കുട്ടിച്ചായനെയും കൂട്ടി അലീന കാലിലെ പ്ലാസ്റ്റർ നീക്കുവാൻ വേണ്ടി അഞ്ചലിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ സ്റ്റാൻലി തയ്യാറായിരുന്നുവെങ്കിലും ഇതിനൊക്കെ താൻ തന്നെ പോയാൻ മതിയെന്ന് ഔതക്കുട്ടിച്ചായൻ പറയുകയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് റൂമിൽ വെച്ച് നഴ്സുമാർ അലീനയുടെ കാലിലെ പ്ലാസ്റ്റർ നീക്കം ചെയ്തു. പിന്നീട് ഡോക്ടർ അവളുടെ കാല് പരിശോധിച്ചു. പതിയെ നടക്കുവാൻ പറഞ്ഞു. പ്ലാസ്റ്ററിൽ കിടന്നിരുന്നത് കൊണ്ട് വേണ്ടത്ര കാല് വഴങ്ങുന്നില്ല. അതൊഴിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നും അലീനയ്ക്ക് അനുഭവപ്പെട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ സ്റ്റാൻലിയെ വിളിച്ചു.
എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല പപ്പ. എന്നും കുറച്ച് നടക്കണമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. വേറെ എക്സർസൈസ് വല്ലതും പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ അതിന് പറ്റിയ സമയം ഇതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അലീന ഒരു കുസൃതി ചിരിയോടുകൂടിയാണ് പറഞ്ഞത്. ഏത് ഡോക്ടറാ നിന്നോട് അങ്ങനെ പറഞ്ഞത്? എല്ലിൻ്റെ ഡോക്ടറാണോ അതോ പല്ലിൻ്റെ ഡോക്ടറോ? പപ്പ പ്ലീസ്, ബൈജു ലീവിന് പോകുമ്പോൾ പപ്പയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാൽ പപ്പയ്ക്ക് പിന്നെ വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ലല്ലോ. അതുപോലെ തന്നെ കുപ്പിയിലേത് തീരുമ്പം പപ്പയ്ക്ക് എന്നെ വിളിച്ച് ചുമ്മാ പറഞ്ഞാൽ പോരെ, മോളെ നീ ഓടിപ്പോയൊരു കുപ്പി ബ്രാൻഡ് വാങ്ങിക്കൊണ്ടുവാ, ഇല്ലെങ്കിൽ എന്നെ ഇപ്പൊ കിലുകിലെ വിറയ്ക്കാൻ തുടങ്ങുമെന്ന്. അലീനയുടെ സംസാരം കേട്ടുകൊണ്ട് സ്റ്റാൻലി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുകയാ, എന്തായാലും നീ ഇങ്ങ് വാ. നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കണോ അതോ വണ്ടിയുടെ ക്ലീനിങ് പഠിപ്പിക്കണോ എന്നൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ അലീന, ഞങ്ങൾ വരാം, പക്ഷെ തോട്ടത്തിൽ പോയിട്ടേ വരത്തുള്ളൂ. അതെന്തിനാണ് ഇപ്പോൾ തോട്ടത്തിൽ പോകുന്നത്? ഞാൻ പപ്പയോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എൻ്റെ കാല് ശരിയായി കഴിയുമ്പോൾ തോട്ടത്തിലും ആഫീസിലുമൊക്കെ ഒന്ന് പോകണമെന്ന്? ഓ അത് ശരി. അപ്പച്ചനുമായി എന്തെങ്കിലും തീരുമാനിച്ചുകൊണ്ടുള്ള പോക്കാണോ അത്? അതെ പപ്പ. എന്നോട് പറയാൻ വയ്യ അല്ലേ? പപ്പയോട് ഞാൻ തിരിച്ചു വരുമ്പോൾ പറയാം. ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ ബൈജുവിനോട് കാർ നേരെ തോട്ടത്തിലേക്ക് വിടുവാൻ നിർദ്ദേശം നൽകി. ഒരു കുന്നിനെ ചുറ്റിയുള്ള തോട്ടത്തിൻ്റെ ഉച്ചിയിലാണ് ഓഫീസും സ്റ്റോറുകളും വളപ്പുരയുമെല്ലാം. ഓഫീസ് സാമാന്യം നല്ല കെട്ടിടമാണ്. ഗോഡൗൺ പഴയതെങ്കിലും ഉറപ്പുള്ളത് തന്നെ. അതിൻ്റെ എതിർവശത്തായി സ്കൂൾ കെട്ടിടം പോലെ നീണ്ടൊരെണ്ണം. അവിടെയാണ് സ്റ്റോറുകൾ, വളപ്പുരകൾ, ക്രാപ്പും ലാറ്റക്സും സൂക്ഷിക്കുവാനുള്ള സ്ഥലം, തൊഴിലാളികൾക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലം എല്ലാം അവിടെ തന്നെ. അലീന കാറിൽ നിന്നും ഇറങ്ങി ഔതക്കുട്ടിച്ചാനൊപ്പം ഓഫീസിലേക്ക് കയറി ചെന്നു. ഓഫീസിൽ ആകെ 4 ജീവനക്കാരേ ഉള്ളൂ. സ്റ്റാൻലി മാനേജറെന്നും തൊഴിലാളികൾ സൂപ്രണ്ടെന്നും വിളിക്കുന്ന ജോർജ് വർഗീസ്, കുരുവിള എന്ന അക്കൗണ്ടന്റ്, പിന്നെ പ്യൂൺ മുതൽ പർച്ചേസ് മാനേജർ വരെ എല്ലാ റോളും അഭിനയിക്കുന്ന ചാണ്ടിക്കുഞ്ഞും. അലീനയും ഔതക്കുട്ടിച്ചായനും കയറി ചെല്ലുമ്പോൾ മാനേജർ കറങ്ങുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് പേപ്പർ വെയിറ്റ് കയ്യിലിട്ട് ഉരുട്ടി ചെറുതാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ അയാൾ ഔതക്കുട്ടിച്ചായനോടും അലീനയോടും ഇരിക്കുവാൻ ആംഗ്യം കാട്ടി. മേശയ്ക്കിപ്പുറമുള്ള 3 കസേരകളിൽ ഒരെണ്ണം ഒഴിവാക്കി അലീനയും ഔതക്കുട്ടിച്ചായനും ഇരുന്നു. മാനേജറുടെ ഫോൺ സംഭാഷണം നീണ്ടുപോകും തോറും ഔതക്കുട്ടിച്ചായൻ അസ്വസ്ഥനായി. അയാൾ കൂടെ അലീനയെ നോക്കി. ശാന്തമായിരിക്കുവാൻ അലീന തൻ്റെ നോട്ടം കൊണ്ട് ഔതക്കുട്ടിച്ചായന് അടയാളം നൽകി. ജോർജ് വർഗീസ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് റിസീവർ വെച്ച ഉടനെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, ആരെയാ വിളിച്ചുകൊണ്ടിരുന്നത്? സോറി, അതൊരു പ്രൈവറ്റ് കോളായിരുന്നു. ആ മറുപടിയിൽ ചെറിയൊരു പരിഹാസം ചുവച്ചു. ഔതക്കുട്ടിച്ചായന് അതൊട്ടും പിടിച്ചില്ല. മാത്രവുമല്ല, അലീനയും താനും കൂടി കയറി വന്നപ്പോൾ ജോർജ് വർഗീസ് എഴുന്നേറ്റ് ആദരവ് കാട്ടാതിരുന്നതും ഉടൻ ഫോൺ വിളി അവസാനിപ്പിച്ച് അവരോട് സംസാരിക്കാതിരുന്നതും ഔതക്കുട്ടിച്ചായനെ ചൊടിപ്പിച്ചിരുന്നു. ഔതക്കുട്ടിച്ചായൻ പൊട്ടിത്തെറിക്കുകയാണ്. പ്രൈവറ്റ് കോൾ വിളിക്കുവാൻ ഈ ഫോൺ നിന്റെ അച്ഛൻ്റെ വകയാണോടാ? ഔതക്കുട്ടിച്ചായൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം കേട്ട് ജോർജ് വർഗീസിന്റെ മുഖം ഔതക്കുട്ടിച്ചായൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂമ്പാള പോലെ വിളറിപ്പോയി. അലീനയുടെ മുൻപിൽ വെച്ചായതുകൊണ്ട് പ്രത്യേകിച്ചും. അയാളുടെ ചമ്മൽ അകറ്റുവാൻ വേണ്ടി അലീന പെട്ടെന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് അലീന. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഓർക്കുന്നുണ്ട്. സ്റ്റാൻലി ചായൻ ഒരിക്കൽ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയിരുന്നല്ലോ, മാനേജർ പറയുകയാണ്. അപ്പോൾ വീണ്ടും ഔതക്കുട്ടിച്ചായൻ, എന്നിട്ടാണോടാ നീ ഇവളെ കണ്ടപ്പം ഒന്ന് എഴുന്നേക്കാതിരുന്നത്? ഇനി അതും പോട്ടെ, അവൾക്ക് നിന്നേക്കാൾ പ്രായം കുറവാ. പക്ഷേ പ്രായം കൂടിയ ഒരുത്തനെ നീ കണ്ടില്ലായിരുന്നോ? ഒന്നുമല്ലെങ്കിൽ സ്റ്റാൻലിയുടെ അപ്പനല്ലേ ഞാൻ? മാനേജർ ഗൗരവഭാവത്തിൽ പറയുകയാണ്. ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു. എടാ, ഫോൺ നീ താഴെ വെക്കണമായിരുന്നു. വേണ്ട, ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ നിനക്കൊരു മര്യാദ പറയാമായിരുന്നല്ലോ. അതും നീ ചെയ്തില്ല. ആരാ വിളിച്ചതെന്ന് ഞാൻ മനഃപൂർവ്വം ചോദിച്ചതാ. അപ്പോൾ മാനേജർ, ഞാനിതേ സ്റ്റാൻലി ചായനോട് പറഞ്ഞോളാം. നീ അങ്ങ് ചെന്ന് പറഞ്ഞാൽ അവൻ എന്നെ ഉലുത്തും. അവനെ എൻ്റെ മടി കിടന്ന് വളർന്നവനാ. അത്രയും ആയപ്പോഴേക്കും അലീന ഔതക്കുട്ടിച്ചായൻ്റെ കൈ പിടിച്ചമർത്തിക്കൊണ്ട് നിർത്തുവാൻ ആജ്ഞ നൽകി. തുടർന്ന് അലീന മാനേജരോട് പറയുകയാണ്, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. പപ്പയുടെ വീട്ടുകാർക്ക് ഇവിടുന്നല്ലേ പൈസയൊക്കെ കൊടുക്കുന്നത്, അതായത് അഞ്ചലിലേക്ക്? മാനേജർ അലീനയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, അതെ. എങ്ങനെയാ അതിൻ്റെ രീതി? ചോദിക്കുമ്പോഴെല്ലാം പണം കൊടുക്കുവോ അതോ മാസം മാസം ഇത്ര രൂപ എന്നൊരു കണക്കുണ്ടോ? അവർക്ക് ആവശ്യമുള്ള പൈസ കൊടുത്തേക്കണമെന്ന് സ്റ്റാൻലി ചായൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു മാസപ്പടി കണക്കൊന്നുമില്ല. എന്നാലും കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒരു കണക്കുണ്ടാവണമല്ലോ. ഇന്ന ആവശ്യത്തിന് കൊടുത്തു, ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ. അതോ അഞ്ജലിയിൽ നിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉടനെ പണപ്പെട്ടി തുറന്നു വെച്ചിട്ട് ഇഷ്ടം പോലെ വാരിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറയുമോ? അലീനയുടെ സ്വരത്തിൽ മാറ്റം വന്നത് കണ്ട് ഔതക്കുട്ടിച്ചായൻ മുഖം തിരിച്ച് വിസ്മയത്തോടെ നോക്കി. അവളുടെ കണ്ണിൽ രോഷമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അപൂർവമായി അങ്ങനെ കാണാറുള്ളൂ. ആരെങ്കിലും മനഃപൂർവ്വം അപമാനിക്കുവാനും നിന്ദിക്കുവാനും ശ്രമിക്കുമ്പോൾ, മുഖത്ത് നോക്കി പച്ച കള്ളം പറയുമ്പോൾ, അനാഥരെ അവഹേളിക്കുമ്പോൾ, ആ സമയത്തൊക്കെ അവളുടെ മുഖഭാവം മാറും. മാനേജർ പറയുക, അങ്ങനെ വാരിക്കോരിയൊന്നും കൊടുക്കാറില്ല, ആവശ്യം അറിഞ്ഞേ കൊടുക്കാറുള്ളൂ. അങ്ങനെ കൊടുക്കുന്നതിനുള്ള പെർമിഷൻ എനിക്ക് സ്റ്റാൻലി ചായൻ തന്നിട്ടുണ്ട്. ശരി, കൊടുത്ത പൈസയ്ക്ക് കണക്കും തീയതിയും വല്ലതും ഉണ്ടോ?
ആരാണ് പൈസ വാങ്ങിയതെന്ന് പേരെഴുതി ഒപ്പിട്ട വൗച്ചറും രസീതും കാണണമല്ലോ ഇവിടെ. ആരാണെന്നൊന്നും എഴുതാറില്ല, തീയതിയും കണക്കുമുണ്ടാവും. ആ കണക്ക് എനിക്കൊന്ന് കാണണമല്ലോ. പെട്ടെന്ന് ജോർജ് വർഗീസ് കടുത്ത മുഖത്തോടെ പറയുകയാണ്. അതല്പം ബുദ്ധിമുട്ടാണ്. അത് കേട്ട മാത്രയിൽ അലീന സെൽഫോൺ എടുത്ത് സ്റ്റാൻലിയെ വിളിച്ചു. സ്റ്റാൻലി ഫോൺ എടുത്തപ്പോൾ പപ്പയുടെ മാനേജറെ ഒന്ന് വിളിക്കുമോ? എന്താ, എന്തുപറ്റി? ഞാൻ പറഞ്ഞു അഞ്ചലിലെ വീട്ടിലേക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ കണക്കൊന്ന് കാണിക്കണമെന്ന്. പക്ഷേ മാനേജർക്കൊരു മടി. ആ ശരി, ഞാൻ അയാളെ വിളിച്ചോളാം. അലീനയും ഔതക്കുട്ടിച്ചായനും നോക്കിയിരിക്കെ തന്നെ മാനേജറുടെ മേശപ്പുറത്തെ ലാൻഡ് ഫോണിൽ സ്റ്റാൻലിയുടെ ഫോൺ വന്നു. കോൾ അറ്റൻഡ് ചെയ്ത ശേഷം മാനേജർ അക്കൗണ്ടന്റിനെ വിളിച്ച് കണക്ക് ബുക്കും രസീതുകളും എടുത്തുകൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അക്കൗണ്ടന്റ് അതെല്ലാം എടുത്തുകൊണ്ടൊന്ന് മേശപ്പുറത്ത് വെച്ച ശേഷം മാനേജറുടെ നേർക്ക് അർദ്ധഗർഭമായി ഒന്ന് നോക്കി. തുറന്നു പരിശോധിക്കാം. മാനേജർ അലീനയുടെ മുൻപിലേക്ക് കണക്ക് ബുക്ക് നീക്കി വെച്ചു. അലീന അത് തുറന്നു നോക്കി. തോട്ടത്തിലെ വരവ് ചെലവ് കണക്കുകളുടെ ബുക്കായിരുന്നു അത്. ആ കണക്കുകൾക്കിടയിൽ അവിടെ അഞ്ചലിലേക്ക് കൊടുത്ത പൈസയുടെ കണക്കുകളുമുണ്ട്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഈ അഞ്ചലിലേക്ക് കൊടുക്കുന്ന പൈസയുടെ കണക്കെഴുതി സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു ബുക്കില്ലേ? അങ്ങനെ ഒരു രീതി ഇവിടെ ഇല്ല. ഇല്ലെങ്കിലേ തുടങ്ങണം നാളെ മുതൽ. അലീന അത് തറപ്പിച്ചായിരുന്നു പറഞ്ഞത്. അഞ്ചലിലേക്കുള്ള പണത്തിൻ്റെ കണക്ക്, പപ്പയ്ക്ക് കൊടുക്കുന്ന പൈസയുടെ കണക്ക്, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശമ്പളം, വളം, കീടനാശിനി തുടങ്ങിയവയ്ക്ക് എടുക്കുന്ന പൈസ, പെട്രോളിനും ഡീസലിനും ചെലവാക്കുന്ന പണം, ഓഫീസ് ആവശ്യങ്ങൾക്കും ഫർണിച്ചറിനും വേണ്ടി ചെലവാക്കുന്ന പൈസ, ഇതെല്ലാം ബുക്കിൽ എഴുതുന്നത് കൂടാതെ ഇനം തിരിച്ചു വേറെ വേറെ ബുക്കിലും എഴുതണം. നമുക്ക് എടുത്തു നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഏകദേശം ഒരു ഊഹം കിട്ടണം. എന്താ, ചെയ്യാൻ പറ്റില്ലേ? സ്റ്റാൻലി ചായൻ പറയണം. പപ്പ പറഞ്ഞോളും. പിന്നെ ഇവിടെ കമ്പ്യൂട്ടറില്ലേ ഈ കണക്കുകളൊക്കെ ഫീഡ് ചെയ്ത് വെക്കാൻ? അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല. ഇത് വലിയ എസ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ. സ്റ്റാൻലി ചായൻ വലിയ പ്ലാനറും അല്ല. റബ്ബർ നട്ടിരിക്കുന്ന ഒരു വലിയ പറമ്പ്, അത്ര മാത്രമേ ഉള്ളൂ. അലീന ബുക്കിൻ്റെ പേജുകൾ മറിച്ചു. കഴിഞ്ഞ മാസം അഞ്ചലിലേക്ക് കൊടുത്ത കണക്കുകൾ മാത്രം പരിശോധിച്ചു. 64,575 രൂപ. അലീന എഴുതി കൂട്ടിയത് കണ്ട് ഔതക്കുട്ടിച്ചായൻ കണ്ണു വിഴിച്ചു. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഇത്രയും രൂപ? അഞ്ചലിലെ കാർ റിപ്പയറായി. ഒരു മാസത്തേക്ക് റെൻ്റേ കാർ എടുത്തു. അതിൻ്റെ വാടകയും പെട്രോളും മാത്രം 28,000 രൂപയായി. അഞ്ചലിലെ കാർ റിപ്പയർ ആയെന്ന് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? അതൊരു വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞു. ഞാൻ വർക്ക്ഷോപ്പിൽ വിളിച്ചു ചോദിച്ചു. അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തി. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഈ റെൻ്റേ കാർ എടുക്കുവാൻ പപ്പ അനുവദിച്ചിട്ടുണ്ടായിരുന്നോ? അതിന് പ്രത്യേകമായ അനുമതി വേണമെന്ന് എനിക്ക് തോന്നിയില്ല. അലീന വീണ്ടും കണക്കുകൾ കൂട്ടി. ചിട്ടി 9,500 രൂപ, ഇൻഷുറൻസ് 14,000 രൂപ. അലീന പേജുകൾ പിന്നോട്ട് മറിച്ച് ജനുവരി മുതലുള്ള കണക്കുകൾ ഒരു കടലാസിലേക്ക് പകർത്തി തുടങ്ങി. ഇതിനിടയിൽ മൈതാനത്ത് ജീപ്പിന്റെ ഇരമ്പൽ കേട്ടു. സ്റ്റാൻലി ജീപ്പിൽ നിന്നും ഇറങ്ങി ഓഫീസിനുള്ളിലേക്ക് കയറി വന്നു. എന്നിട്ട് മാനേജരോട് തിരക്കുകയാണ്, എന്താണ് പ്രശ്നം? സാറിൻ്റെ അപ്പൻ എന്നെ തന്തയ്ക്ക് വിളിച്ചു സാറേ. സാറിൻ്റെ അപ്പനാണല്ലോ എന്ന് കരുതിയാ ഞാൻ തിരിച്ചൊന്നും പറയാതിരുന്നത്. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ, നിന്റെ ഒരു തന്തയ്ക്കല്ലേ ഞാൻ വിളിച്ചുള്ളൂ. നിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തന്തയ്ക്ക് ഇനി ഞാൻ വിളിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഉടനെ സ്റ്റാൻലി ഔതക്കുട്ടിച്ചായനെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പച്ചൻ സംസാരിക്കരുത്. എന്നിട്ട് അലീനയുടെ നേർക്ക് തിരിഞ്ഞു. നീ തോട്ടത്തിലേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് കലാപം ഉണ്ടാക്കുമെന്ന്. പപ്പ ഇത് നോക്കിയേ. അവളൊരു കടലാസിൽ കുറിച്ചു വെച്ച കണക്കുകൾ ഉയർത്തിക്കാട്ടിയിട്ട് പറയുകയാണ്, അഞ്ചലിലേക്ക് കൊടുത്ത രൂപയാണ്. വീട് പെയിന്റ് അടിക്കുവാൻ 45,000, സ്റ്റഡി ടേബിളും കസേരയും വാങ്ങുവാൻ 16,000, പ്രഷർ കുക്കർ, TV റിപ്പയർ, വാഷ് ബേസിന് മാറ്റിവെച്ചത്, പൊട്ടിപ്പോയ പൈപ്പിന് മാറ്റിവെച്ചത്, കേടായ വാട്ടർ ഹീറ്റർ മാറ്റി പുതിയത് വെച്ചത്, ഇലക്ട്രിക് അയൺ 2 വാങ്ങിയത്, ഫ്രിഡ്ജ് റിപ്പയറിങ്, ട്യൂബുകൾ, ഫോൺ ബില്ല്, ഫോൺ മാറ്റി വാങ്ങിയത്. എൻ്റെ പപ്പ, ആ വീട്ടിൽ എല്ലാ മാസവും വീട്ടുപകരണങ്ങൾ കേടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഫ്ലോറിങ്, പെയിൻറ്റിങ്, ടോയ്ലറ്റിലെ കബോർഡ് മാറ്റിയത്, കാർ റിപ്പയറിങ്, ഏതെല്ലാം വകയിലാണ് ചെലവെഴുതി വെച്ചിരിക്കുന്നത്. ജനുവരിക്ക് ശേഷം 11 ട്യൂബ് തന്നെ മാറിയിട്ടുണ്ട്. ഫാൻ 3. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഇന്നലെ വരെ 9 മാസം കൊണ്ട് 5.5 ലക്ഷം രൂപയാണ് അവിടുത്തെ വീട്ടുചെലവ്. പെട്രോളിന് മാത്രം ആവറേജ് ഒരു മാസം 12,000 രൂപ. ചിട്ടി 2 ലക്ഷത്തിൻ്റെ 2 നമ്പർ, 4 ലക്ഷത്തിൻ്റെ 1 നമ്പർ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ ഉള്ളതാണോ? ഇതിൻ്റെയൊക്കെ രസീത് എവിടെ? ആരുടെ പേരിലാണ് ചിട്ടിയും ഇൻഷുറൻസും ഒക്കെ? ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ല. പപ്പ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്നത് കൊടുത്തേക്കാൻ. മറ്റേ കാർ കഴിഞ്ഞ മാസം വർക്ക്ഷോപ്പിലായല്ലോ. അവർ റെൻ്റേ കാർ എടുത്തു. ഇവിടെ കണക്കെഴുതി വെച്ചിരിക്കുന്നു 28,000 രൂപയെന്ന്. പപ്പയോട് ചോദിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്തത്? ഇതിൻ്റെ 4 പൈസ പപ്പയുടെ ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടുന്നുണ്ടോ പപ്പ? പപ്പ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന മാനേജർക്ക് ആരോടാണ് നന്ദിയും കൂറും? റീത്താമ്മ ആൻറ്റിയോട്. നിർത്താതെ പറഞ്ഞിട്ട് അലീന കിതയ്ക്കുവാൻ തുടങ്ങി. സ്റ്റാൻലി ഒരു ഞരക്കത്തോടെ അലീനയുടെ കയ്യിലിരുന്ന കടലാസ് വാങ്ങി നോക്കി. അവൾ ഡേറ്റ് സഹിതം കുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചു കണ്ടപ്പോൾ സ്റ്റാൻലി അന്തം വിട്ടു. എന്നിട്ട് അയാൾ മാനേജരോട് ചോദിക്കുകയാണ്, ഇത്രയും പണം കൊടുത്തതാണോടോ?
സാറിനോട് ചോദിച്ചിട്ടാണ് കൊടുക്കാറ്. സാറാണ് ചെക്കിൽ ഒപ്പിടുന്നത്. ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അതുമല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇത്ര പണം കൊടുത്തിട്ടുണ്ട് എന്ന് താൻ എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ? സാറിൻ്റെ പണം സാറിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്നു. ഞാനതിൽ ഇടപെടണ്ട എന്ന് കരുതി. കൊടുത്ത പണത്തിൻ്റെ രസീതുകളുണ്ടോ? ചിലതൊക്കെ ഉണ്ട് സാർ. പൈസ വാങ്ങിച്ചിട്ടില്ല എന്നവർ നിഷേധിച്ചു പറഞ്ഞാൽ താൻ ആ തുക റീഫണ്ട് ചെയ്യുമോ? സാർ, അവർ വാങ്ങിച്ചത് തന്നെയാണ്. അത് പറഞ്ഞാൽ മതിയോടൂ. രേഖ വേണ്ടേ? വൗച്ചർ എഴുതി ഒപ്പിട്ട് വാങ്ങണ്ടേ? മാനേജർക്ക് മിണ്ടാട്ടമില്ല. അപ്പോൾ അലീന പറയുകയാണ്, ഇനിയെങ്കിലും കൃത്യമായിട്ട് കണക്ക് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പപ്പ പറഞ്ഞാലേ ചെയ്യത്തുള്ളെന്ന്. ഞാൻ പറയുന്നത് മാത്രമല്ലടൂ, എൻ്റെ മകള് പറയുന്നതും താൻ അനുസരിക്കേണ്ടി വരും. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രം ആ കസേരയിൽ ഇരുന്നാൽ മതി. എന്തു പറയുന്നു? പപ്പ, ഇൻഷുറൻസിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ചിട്ടിയുടെയും ഒക്കെ പണമടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് റീത്താമ്മ ആൻറ്റി രൂപ വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ വല്ലതും രസീത് ഇവിടെ ഉണ്ടോയെന്നൊന്ന് ചോദിക്കണം. പെട്ടെന്ന് ചിട്ടിക്ക് പണമടച്ചതിൻ്റെ പഴയ രസീതുകൾ ജോർജ് വർഗീസ് എടുത്തു കാട്ടി. ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം അടച്ച രസീതുകൾ ഇവിടെ ഇല്ലെങ്കിൽ LIC ഓഫീസിൽ ചെന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് കാണിക്കണമെന്ന് സ്റ്റാൻലി ആവശ്യപ്പെട്ടു. മ്യൂച്വൽ ഫണ്ടിന് പണമടച്ച രസീതുകളും കാണണം. അപ്പോൾ ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, കണക്ക് ബുക്കുകളും ബില്ലുകളും ഒക്കെ എടുത്ത് ജീപ്പിലോട്ട് വെക്കാൻ പറഞ്ഞാലിച്ച നമുക്ക് വീട്ടിൽ പോയിരുന്ന് സൗകര്യമായിട്ട് നോക്കാമല്ലോ. അഞ്ചലിലോട്ട് കൊടുത്ത വകയിൽ ഇത്രയും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവന്മാർ തോട്ടത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ വമ്പൻ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പല്ലേ? അലീനയും അഭിപ്രായപ്പെടുകയാണ്, എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ പപ്പ. സ്റ്റാൻലി ചാണ്ടിക്കുഞ്ഞിനെ കൊണ്ട് കണക്ക് ബുക്കുകളും നാൾ വഴി പേരേടുകളും ബിൽ ബുക്കുകളും രസീതുകളും വൗച്ചറുകളും എല്ലാം എടുത്ത് ജീപ്പിൽ വെപ്പിച്ചു. മഴ തോരും മുൻപ് എന്ന പരമ്പരയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും ഉടൻ തന്നെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഒപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബൈ ബൈ.